മാന്നാർ പരുമലക്കടവ് കടപ്രമഠം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു. മഴ പെയ്താൽ ഈ വഴി വാഹനങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവരും കാൽനടയാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഇതിന് എത്രയും വേഗം ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മാന്നാർ പരുമലക്കടവ് കടപ്രാമഠം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ റോഡിൽ വാഴവെച്ച് പ്രതിഷേധിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ പരുമലക്കടവിന് വടക്കുവശത്തു നിന്നും തട്ടാരമ്പലം വീയപുരം ഭാഗങ്ങളിലേക്ക് ടൗണിലെ തിരക്കിൽപ്പെടാതെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാന റോഡാണിത്. ഏറെ നാളുകളായി തകർന്നു കിടന്നിരുന്ന ഈ റോഡിന്റെ പടിഞ്ഞാറ് ഓടാട്ട് ക്ഷേത്ര ജംഗ്ഷൻ ഉൾപ്പെടുന്ന കോളച്ചാൽ കലുങ്ക് വരെയുള്ള 73 മീറ്റർ ഭാഗം ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 7.5 ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയിരുന്നു. നിരവധി സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ റോഡിന്റെ ഈ ഭാഗം ഉയർന്നതോടെ കിഴക്ക് ഭാഗം ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തി. സമീപത്തെ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുന്നതും പതിവായി. ഈ റോഡിലൂടെ ടിപ്പർ ഉൾപ്പെടെയുള്ള വലിയ ചരക്ക് വാഹനങ്ങൾ കടന്നുപോകുന്നതും വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലാത്തതുമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. മഴ പെയ്താൽ ഈ വഴി വാഹനങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. മഴ പെയ്യുമ്പോൾ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനത്തിലെത്തുന്നവരും അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. ഇതിനെത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് പരുമല ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പൊതുപ്രവർത്തകനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ സഹായി ബഷീർ, പരുമല ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളായ ഉമ്മൻ, അക്ബർ, സുജൂദ്, മാത്യു, മധു, നിഷാദ്, ബിജു, സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഇത് ജില്ലാ പഞ്ചായത്ത് റോഡാണ്. 2020 നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ മുടക്കി പരുമലക്കടവ് മുതൽ കടപ്രമഠം വരെ റീടാറിംഗ് ചെയ്ത റോഡാണിത്. ഈ റോഡ് 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് പഴയ രീതിയിൽ തന്നെ യാത്രക്കാർക്കോ ആൾക്കാർക്കും പോകാൻ വയ്യാത്ത രീതിയിലേക്കാണ് പഴയ രീതിയിൽ തന്നെ വീണ്ടും വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് 2024 6,90,000 രൂപ മുടക്കി ഈ ടാർ ചെയ്ത റോഡിന്റെ പുറത്ത് കോൺക്രീറ്റ് ചെയ്തു. 6,90,000 രൂപ മുടക്കി 70 മീറ്റർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഈ റോഡ് വീണ്ടും വിപുലീകരിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും ഇതുവഴി യാത്രക്കാർക്കോ 2 വീലറുകാർക്കോ 3 വീലറുകാർക്കോ രോഗികൾക്കോ പോകുവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നീങ്ങിയിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ മൊത്തം പ്രതികരിച്ചിട്ടും ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുവാൻ ഈ പഞ്ചായത്തിനോ പഞ്ചായത്ത് മെമ്പറിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇതിലേക്കൂടെ ഈ റോഡെന്ന് പറയുന്നത് ഹൈവേ ചെന്ന് മുട്ടുന്ന റോഡാണ്. വള്ളക്കാല് വീയപുരം അരിപ്പാട് ഹൈവേ ചെന്ന് ബന്ധിക്കുന്ന റോഡാണ് ഈ റോഡ്. ഈ റോഡിന്റെ ശോചനാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരുമലക്കടവിലെ കുഴിമുട്ടിൽ കിടക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്തുകയാണ്. CDNet ന്യൂസ് മാന്നാർ.